കൊലോസ്യർ അധ്യായം 3. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവിടുത്തോടൊപ്പം നിങ്ങളും തേജസ്സിൽ വെളിപ്പെടും. അതിനാൽ ദുർവൃത്തി, അശുദ്ധി, ദുഷ്കാമം, ദുരാഗ്രഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്നിങ്ങനെ നിങ്ങളുടെ ഭൗമിക സ്വഭാവങ്ങളെ മരിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവകോപമുണ്ടാകുന്നു. ഇവയിൽ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളും ഇവയെ അനുസരിച്ച് നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കോപം, ക്രോധം, വിദ്വേഷം, ദൂഷണം, അശ്ലീല ഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുക. അന്യോന്യം വ്യാജം പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞിട്ട് തന്റെ സ്രഷ്ടാവിന്റെ പ്രതിരൂപത്തിൽ പരിജ്ഞാനപ്രകാരം പുതുക്കം പ്രാപിച്ച പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇതിൽ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനം ഏറ്റവനെന്നോ ഏൽക്കാത്തവനെന്നോ ബർബരൻ, സിഥിയൻ, ദാസൻ, സ്വതന്ത്രനെന്നോ ഭേദമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിച്ചുകൊള്ളുവിൻ. അന്യോന്യം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുവിൻ. ഒരാൾക്ക് മറ്റൊരാൾക്കെതിരെ പരാതി ഉണ്ടായാൽ ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പിൻ. ഇതിനെല്ലാം ഉപരി സമ്പൂർണതയുടെ പരസ്പര ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായിട്ടാണല്ലോ ഏക ശരീരമായി നിങ്ങൾ വിളിക്കപ്പെട്ടത്. നന്ദിയുള്ളവരായിരിപ്പിൻ. നിങ്ങൾ സകല പരിജ്ഞാനത്തോടും കൂടി അന്യോന്യം പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സങ്കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ആത്മീയ ഗാനങ്ങളും ആലപിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ ധൈര്യമായി വാഴട്ടെ. വാക്കിനാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവിടുന്ന് മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചും കൊണ്ടിരിക്കുവിൻ. ഭാര്യമാരെ, കർത്താവിൽ യോഗ്യമായ വിധം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് കയ്പായിരിക്കരുത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. അത് കർത്താവിന് പ്രസാദമല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ മനസ്സ് തളർന്നവരാകാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർ അധൈര്യപ്പെട്ടു പോകും. ദാസന്മാരെ, ഭൂമിയിലുള്ള നിങ്ങളുടെ യജമാനന്മാരെ അനുസരിക്കുവിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടിസേവയാലല്ല, ഏകാഗ്ര ഹൃദയത്തോടും ദൈവഭയത്തോടും കൂടി അവരെ അനുസരിപ്പിൻ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ ഹൃദയപൂർവ്വം ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെയാണല്ലോ നിങ്ങൾ സേവിക്കുന്നത്. തെറ്റ് ചെയ്തവന് താൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ കിട്ടും. അവിടെ മുഖപക്ഷമില്ല.